അങ്ങനെ ഞങ്ങൾ ചോറും ബിരിയാണിയും കഴിക്കാമെന്നും പറഞ്ഞ് നടന്നെത്തിയതോ വെൻഡീസിൻ്റെ മുമ്പിൽ. എൻ്റെ കൊച്ചിനാണെങ്കിൽ ദോശ. അങ്ങനെ വെൻഡീസിൽ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടിയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. വെൻഡീസ് കുഴപ്പമില്ലായിരുന്നു ഫുഡ്. പിന്നെ തൽക്കാലം വിശപ്പെല്ലാം അടക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ കുത്തേസിയിൽ നിന്ന് ത്രിബിലിസിയിലേക്ക് ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ട് ഏകദേശം, ആണെന്ന് തോന്നുന്നു, ഓർമ്മയൊന്നുമില്ല. 3 മാസമായില്ലേ ഐഡിയ എടുത്തിട്ട്. അങ്ങനെ നമ്മൾ നല്ല പതുക്കെയാണ് പോയത്. നമ്മൾ ഫുഡെല്ലാം കഴിച്ചൊരു 4 മണിക്ക് കഴിഞ്ഞു. 4 മണി എന്തോ ആയി ഏകദേശം കഴിഞ്ഞു. അവിടെ എത്തിയപ്പോൾ ഒരു 10 മണി എന്തോ ആയി. നമ്മൾ കോഫിയൊക്കെ കുടിച്ച് സാവകാശമാണ് പോയത്. പിന്നെ ഈ മഞ്ഞൊക്കെ കണ്ടുകൊണ്ട് നല്ല സ്ലോ ആയിട്ടാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു ഈ മഞ്ഞൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇറങ്ങിയില്ല. എന്തായാലും അങ്ങോട്ടാണല്ലോ പോകുന്നത്, അപ്പം പിന്നെ ഇറങ്ങി സമയം കളയണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ നേരെ വിട്ടു. കോഫിയൊക്കെ കുടിച്ചു. കോഫി കുടിക്കാൻ നേരത്താണെങ്കിലോ അങ്ങോട്ട് ഷോപ്പിലോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, അമ്മാതിരി തണുപ്പായിരുന്നു. പിന്നെ പെട്ടിയിൽ നിന്ന് ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടാണ് ഷോപ്പിലോട്ട് കയറിയത്. പിന്നെ നേരെ തിബിലിസി ഹോട്ടലിലോട്ട് വിട്ടു. റൂമിൽ ചെക്ക് ഇൻ ചെയ്തപ്പോൾ 10-10:30 ആയല്ലോ. പിന്നെ നേരെ പെട്ടിയൊക്കെ കൊണ്ടുവച്ചു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയില്ല. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടി. നല്ല അടിപൊളി ഫുഡായിരുന്നു, കൊള്ളായിരുന്നു, ഒരു സമാധാനം കിട്ടി. പിന്നെ എല്ലാവരും എന്താ ചെയ്യുക, പോയി കിടന്നുറങ്ങി. രാവിലെ അടുത്ത ഫുഡ് കഴിക്കാൻ പോയി. ഇതെന്താ ഫുഡ്. ഈ വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായി ഞങ്ങൾ ജോർജിയയിൽ ഫുഡ് അടിക്കാനാണ് പോയതെന്ന്. സ്ഥലം കാണുന്നതിനേക്കാളും കൂടുതൽ ഫുഡ് അടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, ഏതായാലും വന്നതല്ലേ, ഫുഡ് കൂടി ഒന്ന് ട്രൈ ചെയ്തേക്കാം. എന്തായാലും അടുത്ത ഫുഡ് അല്ലാത്ത വീഡിയോയിൽ കാണുന്നവരേക്കും. ടാറ്റാ ബൈ ബൈ.